അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യം പറയുമ്പോൾ PT കുഞ്ഞുമുഹമ്മദ് മുൻ MLA കാര്യം കൂടി പറഞ്ഞു തന്നെ പോകണം. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകനും മുൻ MLA PT കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിശദമായ വാദം കേൾക്കും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിൽ വാദം കേൾക്കുക. അന്വേഷണ പുരോഗതി വ്യക്തമാക്കുന്ന കേസ് ഡയറി ഹാജരാക്കാൻ പോലീസിന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അർജുൻ കല്യാടുണ്ട്. അർജുൻ കല്യാട്, ഇന്ന് PT കുഞ്ഞുമുഹമ്മദ് മുൻ MLA പേരിലുള്ള കേസിലും മുൻകൂർ ജാമ്യത്തിന്റെ വാദം കേൾക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കേസ് ഡയറി പോലീസ് ഹാജരാക്കും. അതിൽ PT കുഞ്ഞുമുഹമ്മദിനെതിരായിട്ടുള്ള ചില കണ്ടെത്തലുകളുണ്ട്. ഇരുവരും ഒരേ സമയം തന്നെ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇതടക്കം ഇന്ന് കോടതിയിൽ കൊടുക്കുകയും ചെയ്യും. അത് PT ഒരു തിരിച്ചടിയാണ് അല്ലേ അർജുൻ കല്യാൺ? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, പോലീസ് അത്തരമൊരു റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഈ പറയുന്ന ഒരുപാട് തെളിവുകൾ ഈ പറയുന്ന PT കുഞ്ഞുമുഹമ്മദും ഈ പരാതിക്കാരിയായിട്ടുള്ള ചലച്ചിത്ര പ്രവർത്തകയും ഒരുമിച്ച് ഹോട്ടലിൽ ഉണ്ടായിരുന്ന, അതായത് അവരെ ഒരേ സമയം അവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ CCTV ദൃശ്യം, അതുപോലെ തന്നെ ഈ കേസിൽ കഴമ്പുണ്ട് അല്ലെങ്കിൽ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് തെളിയിക്കുന്ന തെളിവുകൾ സഹിതമുള്ള റിപ്പോർട്ടാണ് ഇന്ന് കോടതിയിൽ സമർപ്പിക്കുക. കഴിഞ്ഞ ദിവസം ഈ ജാമ്യാപേക്ഷ പരിഗണിച്ച വേളയിൽ കോടതി ഈ കേസ് ഡയറി ഹാജരാക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ കേസ് ഡയറി കൂടി കോടതിയിൽ ഹാജരാക്കും. അതോടൊപ്പം ഈ തെളിവുകൾ കൂടി ഹാജരാക്കുമ്പോൾ കുഞ്ഞുമുഹമ്മദിന് തിരിച്ചടിയാവാൻ തന്നെയാണ് സാധ്യതയുള്ളത്. പരാതിയിൽ കഴമ്പുണ്ട് എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയും ചെയ്യും. എന്നാൽ ഈ പ്രതിഭാഗം അഭിഭാഷകനോ അല്ലെങ്കിൽ പ്രതിഭാഗം കോടതിയിൽ അറിയിക്കാൻ വേണ്ടി പോകുന്നത് ഈ സ്ത്രീയോട്, ചലച്ചിത്ര പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ല എന്നുള്ള കാര്യമാണ് കോടതിയെ അറിയിക്കാൻ വേണ്ടി പോകുന്നത്. അത്തരമൊരു വാദമായിരിക്കും പ്രതിഭാഗം മുന്നോട്ട് വെക്കുക. ഇന്നിപ്പോൾ വിശദമായ വാദം കേൾക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തേക്ക് ഈ കേസ് മാറ്റിയത്. ഇന്നലെ തന്നെ ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ കോടതി പോലീസിനോട് ഈ കേസ് ഡയറി ഹാജരാക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചെറിയ പരിഗണന മാത്രമേ ഇന്നലെ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം വിശദമായ രീതിയിലുള്ള വാദം കേൾക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തേക്ക് കേസ് മാറ്റിയത്. ഇന്നിപ്പോൾ എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും തിരിച്ചടിയാവാനുള്ള സാധ്യതയാണ് കൂടുതലായും കാണുന്നത്. കാരണം പോലീസ് ഇത്തരം പരാതിയിൽ കഴമ്പുണ്ട്, അതിന് സാധൂകരിക്കുന്ന ഒരുപാട് തെളിവുകൾ കൂടി കോടതി മുന്നിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ആ തെളിവുകൾക്കായിരിക്കും പ്രധാന പരിഗണന ലഭിക്കുക. വാദമുഖങ്ങൾക്കപ്പുറത്തേക്ക് ഈ തെളിവുകൾക്കായിരിക്കും കോടതി പ്രധാനമായും പരിഗണന നൽകുക. ഡോക്ടർ അരുൺ, ഓക്കെ, ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. അത് WCCയുടെ പ്രതികരണമാണ് എന്ന് മനസ്സിലാക്കുന്നു. IFFK നടത്തിപ്പിൽ കോട്ടം തട്ടാതെ നോക്കുക എന്നുള്ളത് ഉത്തരവാദിത്വമാണ് എന്ന് പറയുന്നു. PT കുഞ്ഞുമുഹമ്മദിനെതിരെയാണ് ഇപ്പോൾ ഈ പോസ്റ്റും വന്നിരിക്കുന്നത്. IFFKയുടെ 30ാമത്തെ അധ്യായത്തിൽ ഫെസ്റ്റിവലിന്റെ അണിയറ പ്രവർത്തനങ്ങൾക്കിടയിൽ മലയാള സിനിമാ വിഭാഗം സെലക്ഷൻ കമ്മിറ്റി അധ്യക്ഷനും സംവിധായകനുമായ PT കുഞ്ഞുമുഹമ്മദിന്റെ ഭാഗത്തു നിന്നും ഒരു ചലച്ചിത്ര പ്രവർത്തകയ്ക്ക് എതിരെയുണ്ടായ ലൈംഗികമായ കയ്യേറ്റം നമ്മുടെ ഫെസ്റ്റിവൽ നടത്തിപ്പിൽ വന്ന കടുത്ത അപഭ്രംശമാണ് എന്നാണ് WCC പറയുന്നത്. നടപടിയെടുത്തത് പക്ഷേ അക്കാദമി നിയമാനുസൃതമായ നടപടിയെടുത്ത് കാണാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നു. PT കുഞ്ഞുമുഹമ്മദിനെതിരെ സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന സർക്കാരിൽ നിന്നും അടിയന്തരമായി ഇക്കാര്യത്തിൽ നീതിയുക്തമായ ഇടപെടൽ അത്യാവശ്യമായ നിമിഷമാണ്. IFFK വേദിയിൽ നിന്ന് PT കുഞ്ഞുമുഹമ്മദിനെ മാറ്റി നിർത്തണം എന്നുള്ളതാണ് WCC പറയുന്നത്. സെലക്ഷൻ കമ്മിറ്റി സിറ്റിംഗ് നടക്കുന്ന വേളയിലാണ് അതിക്രമം ഉണ്ടായത്. സർക്കാർ സ്ഥാപനമായ തൊഴിലിടത്തിൽ വെച്ച് നടന്ന ഈ അതിക്രമത്തെക്കുറിച്ച് തന്നെ അത് നേരിട്ട ചലച്ചിത്ര പ്രവർത്തക അന്ന് തന്നെ ഉന്നതാധികാരികളെ അറിയിച്ചിട്ടും നടപടിയെടുക്കുന്നതിലുള്ള മെല്ലപ്പോക്ക് ആശങ്കാജനകവും പ്രതിഷേധാർഹവുമാണ്. ഇത് IFFKയുടെ ഖ്യാതിക്ക് ദോഷകരമാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് WCC. വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. PT കുഞ്ഞുമുഹമ്മദിനെ ചലച്ചിത്ര അക്കാദമിയുടെ വേദികളിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റണം എന്നാണ് WCC ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പരാതി നൽകിയിട്ടും അതിൽ മെല്ലപ്പോക്ക് എന്തുകൊണ്ടുണ്ടായി എന്നൊരു വിമർശനവും സർക്കാരിനെതിരെ WCC ഇപ്പോൾ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ എതിരായിട്ടുള്ള ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ, മറുഭാഗത്ത് PT കുഞ്ഞുമുഹമ്മദിനെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷ. രണ്ടും ഇന്ന് വിവിധ കോടതികൾ പരിഗണിക്കുകയാണ്.